ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് എറാൽ കുഴമ്പാണ്. എറാൽ കുഴമ്പ് എന്ന് പറയുന്നത് എറാൽ എന്ന് പറഞ്ഞ പ്രോൺസ്. അപ്പോൾ പ്രോൺസ് എങ്ങനെയാണ് തമിഴ്നാട് സ്റ്റൈലില് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് എങ്ങനെയാണ് വെക്കണത് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഇനി വരുന്ന ഒരു 3-4 റെസിപ്പീസ് അമ്മയും അച്ഛനും ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഉള്ള റെസിപ്പീസാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ ചിലപ്പോൾ അതിൽ അവരെ കണ്ടു എന്ന് വരാം. അമ്മയുടെ അപ്ഡേറ്റ് ഞാനാണ് ഇവിടെ ഇങ്ങനെ വിഷമിച്ച് വയ്യാണ്ട്. ഇന്നലെയൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കണേ. അമ്മക്കിളി അവിടെ ഫുൾ അടിച്ചു പൊളിച്ചോണ്ട് നടക്കണ. ഇന്നലെ പോയി ബിസി, ആൾക്കാർ വരലും സംസാരിക്കലും എല്ലാവരോടും സംസാരിക്കലും പാലക്കാട് പോക്കും സാധനങ്ങൾ വാങ്ങിക്കലും അവരുടേതായിട്ടുള്ള ലോകത്തേക്ക് അവർ എത്തിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ ശരിക്കുള്ള ആ ഒരു അടയാളം അത് തന്നെയാണ്. നമ്മളിവിടെ വീടും എന്താണ് പറയുക ഒറ്റയ്ക്കായി, ഞാനും ഒറ്റയ്ക്കായി അമ്മ എന്നും പറഞ്ഞുകൊണ്ടിരിക്കണതിന് ഞാന്. അപ്പൊ ഇന്നലെ രാത്രി വിളിച്ച് കിടക്കാൻ പോണതിന് മുമ്പ് വിളിച്ച് സംസാരിച്ചപ്പോ അവിടെ ഒന്നും ആയിട്ടില്ല, ഭക്ഷണമൊക്കെ ആവണേ ഉള്ളൂ. വീണ്ടും അവരുടേതായിട്ടുള്ള റൊട്ടീനിലേക്ക് വന്നു. നമ്മളിവിടെ നേരത്തെ കഴിക്കണത് കൊണ്ട് അവരുടേതായിട്ടുള്ള റൊട്ടീനിലേക്ക് വന്നു. കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിട്ട് സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ആ സൂപ്പറായിട്ട് പോകുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ പകുതിയോളം സമാധാനമാണ് എനിക്ക്. അപ്പോൾ നമ്മളും എല്ലാം ഓക്കെ ആയി. ആ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള ഫീലിംഗ് ഒക്കെ കുറച്ചായിട്ടുള്ള ആ ഒരു വിഷമമൊക്കെ അങ്ങനെ അങ്ങോട്ട് ഒറ്റ ആയി എന്നുള്ളതിൻ്റെ ഫീലിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോകണം. കുഴപ്പമൊന്നുമില്ല. അപ്പൊ വരൂ, നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൂട്ടാൻ കാണാം, കുഴമ്പ് കാണാം. കുഴമ്പില് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വീണ്ടും കുഴമ്പ് മുളകാത്തൂളാണ്. വീണ്ടും ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഈ കുഴമ്പ് മുളകാത്തൂള് എവിടുന്നാണ് വീണ്ടും കിട്ടുക എന്നൊക്കെ. കുഴമ്പ് മുളകാത്തൂൾ എന്ന് പറയുന്ന പൊടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും മക്കളെ. ഒരു കുഴപ്പമില്ല. ഇല്ലെങ്കിലോ ആമസോണിൽ ഓർഡർ ചെയ്യും, എല്ലാവിടെയും കിട്ടുന്നുണ്ട്. ആച്ചിയുടെ, ശക്തിയുടെ ഒരുപാട് വെറൈറ്റീസ് കിട്ടുന്നുണ്ട്. ആ ഒരു പൊടി ഉണ്ടെങ്കിലുണ്ടല്ലോ എന്തൊക്കെ ഒന്ന് നിങ്ങൾക്ക് ചെയ്യാന്നറിയോ. എൻ്റെ തന്നെ റെസിപ്പീസിൽ എത്രയാണ്, കാരക്കുഴമ്പായാലും പുളിക്കുഴമ്പായാലും ഒക്കെ സൂപ്പർ ആയിരിക്കും. കൈ കട്ടിക്കും എന്താണ് പറയാ ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു അതായത് പ്രോൺസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ശൈലിയിൽ ചെയ്യാനാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അങ്ങനെ അല്ലാതെ ഇങ്ങനെ കുഴമ്പ് രൂപത്തില് എറാൽ കുഴമ്പ് എങ്ങനെയാണ് തമിഴ്നാട് സ്റ്റൈലിൽ ഉണ്ടാക്കുക എന്നൊന്ന് കാണൂട്ടുള്ളൂ. ഓക്കെ, അപ്പൊ വരൂ നമുക്ക് കാണാം എറാൽ കുഴമ്പ്. அப்போ வாங்க பண்ணலாம் எறால் குழம்பு. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു കൈപ്പിടി അളവിൽ കറിവേപ്പില ഇട്ടോളൂ. പിന്നെ ഒരു 3 മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റുന്നു. എല്ലാം ഒരു ലൈറ്റ് പിങ്ക് കളർ ആവുന്ന സമയത്ത് നമ്മൾ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാട്ടുള്ളൂ. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ മണമൊക്കെ പച്ച മണമൊക്കെ പോണ വരയ്ക്കും നന്നായിട്ടൊന്ന് വഴറ്റുന്നു. ഇതിലേക്ക് നമ്മൾ വലിയൊരു തക്കാളിയാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത്. ഇത് വളരെയധികം ചോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഞാനൊരു 3-4 കഷ്ണാക്കിയിട്ട് ഇട്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ കൂട്ടാന് വേണ്ട കംപ്ലീറ്റ് ഉപ്പും നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ മാത്രമേ നമ്മൾ പ്രോൺസിലൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും ഇട്ടിട്ടാണ് നമ്മൾ പ്രോൺസ് വെക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കാശ്മീരി മുളകാണ് ഇട്ടിരിക്കുന്നത്, 1.5 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. ആ ഒരു മസാല നന്നായി കടന്ന് ആവുന്ന സമയത്ത് ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. വലിയ കഷ്ണമായിട്ട് തോലൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു ചട്ടി മാറ്റടി എന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ടില്ല. പക്ഷേ ലേറ്റർ ഓൺ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ ചട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ 1 കിലോയോളം ക്ലീൻ ചെയ്ത പ്രോൺസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പം തന്നെ കണ്ടില്ലേ സ്പേസ് ഇല്ലാണ്ടായി കഴിഞ്ഞു. നേരത്തെ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, കേട്ടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് അതൊന്ന് നന്നായിട്ടൊന്ന് വേവിക്കുക.
ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ അടച്ചു വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ആവുന്ന സമയത്ത് ഈ പ്രോൺസും ഉരുളക്കിഴങ്ങും ഒക്കെ ആ പ്രോൺസിൻ്റെ നീരിൽ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ഒരു 3-3.5 സ്പൂണോളം കുളമ്പ് മുളകാത്തൂളാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് സൂപ്പർ മണമായിരിക്കും കേട്ടുള്ളൂ, അടിപൊളി മണമാണ്. നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിപ്പിക്കണം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചോളൂ. എന്താ വെച്ചാൽ ചെമ്മീനിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇനി നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ചെമ്മീൻ്റെ വെള്ളത്തിൽ തന്നെ അത് വെന്തോളും. ഇനി ആ സമയം കൊണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഒരു 2 പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 8-10 നമ്മുടെ അണ്ടിപ്പരിപ്പ്, ഓക്കെ, കാഷ്യൂനട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഹോൾ ഗരം മസാല, അതായത് പെരുംജീരകം, എന്താണ് പറയുക, നമ്മുടെ പട്ട, ഗ്രാമ്പ്, ഏലക്ക ഒക്കെ കുറച്ച് ലേശം കുരുമുളക് ഒക്കെ വളരെ കുറച്ച് പേരിനിട്ടാൽ മതി. എന്നിട്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല വെണ്ണ പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ശരി, അമ്മ പറഞ്ഞ പോലെ തന്നെ എല്ലാം വലിയ സ്പേസിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ ചീഞ്ചട്ടി വെച്ചു. ഇനി നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ഗമ മണത്തോട് കൂടിയിട്ട് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ സമയത്ത് നമ്മൾ അരച്ച ആ പേസ്റ്റ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര തിക്കായിരിക്കും, അതുമാത്രമല്ല നല്ല റിച്ച് ഫ്ലേവർ ആയിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഇവിടെ തേങ്ങ അരപ്പ്, പിന്നെ കാഷ്യൂനട്ട്, പിന്നെ വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം കൂടി ആവുന്ന സമയത്ത് കട്ടി കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുന്നു. പിന്നെ നമ്മൾ ലേശം വെള്ളം മിക്സി ഒലുമ്പിയിട്ട് ഒഴിക്കുന്നു. വീണ്ടും ഞാനൊരു 1 കപ്പും കൂടി, അതായത് ടോട്ടലി 1.5 കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുക. നന്നായി തിളച്ച് കുറുകി കഴിയുമ്പോൾ അടിപൊളിയാണ്, സുവയാണ്, அருமையான எறால் குழம்பு ரெடி ஆயிருக்குங்க. நல்ல சூடு சாதத்தோடு கூடி நீங்கள் வச்சு சாப்பிட்டு பாருங்க, சும்மா ஜோராக இருக்கும். നോക്കൂ, ഉണ്ടാക്കി നോക്കൂ. എപ്പോഴും ഒരേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാതെ ഒരു തമിഴ്നാട് സ്റ്റൈലിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. വേറൊരു ഫ്ലേവർ ആയിരിക്കും, എന്നാൽ സൂപ്പർ ആയിരിക്കും. വരൂ, കഴിക്കാം. അപ്പോൾ എറാൽ കുളമ്പ് ഉണ്ടാക്കി കഴിക്കാം. എന്നെമാരുള്ള പ്രാന്ത് ആർക്കൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പൂളക്കിഴങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ നല്ല മണം. ദോശ, ചപ്പാത്തി, വയറമ്പും ഇതിൻ്റെ ഇടയിൽ പൂളക്കിഴങ്ങും കൂടി വന്ന എന്താ പറയുക, പൂളക്കിഴങ്ങ് തന്നെയല്ലേ പറയുക, കപ്പ ചിപ്സായിട്ട് കിട്ടില്ല. എനിക്ക് ചോറിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഊണ് കഴിക്കട്ടെ. നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രതീക്ഷിക്കണം. വീണ്ടും നമുക്ക് കാണാം. Till then, take care and bye-bye. Vinny's Kitchen.